ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നെന്മാറ നിയമമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് ഏപ്രിൽ മാസത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു 2000 കുടുംബത്തിന് കുടിവെള്ളം കൊടുത്ത്, അന്ന് കുടിവെള്ളമില്ലാത്ത സമയത്ത് ഇത് പറഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ താഴെ ഇരുന്നിട്ട് പഴയ 12, 13, 14 ഇപ്പോഴത്തെ 13, 14, 15, 16 വാർഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്ത് റോഡ് ഉപരോധിച്ച് കുടിവെള്ളം എത്തിക്കുകയും പോത്തുണ്ടി ഡാമിൽ 36 ആൾക്ക് കേസെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫൈൻ അടച്ചിട്ടാണ് അവിടെ സ്റ്റാറ്റസ് കോയിലായി ഹൈക്കോടതി 2000 കുടുംബത്തിന് സ്റ്റാറ്റസ് കോ എന്നുള്ളത് പിന്നെ അത് പോയി റെഗുലേറ്റ് ചെയ്ത് മീറ്റർ വെച്ച് കൊടുത്തു. ഒരു 55 ലക്ഷത്തിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ മാട്ടായി പൂങ്ങോട് സ്വാശ്രയ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു 10 ലക്ഷം അനുവദിക്കുകയും അന്നത്തെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമത്തിന് പോത്തുണ്ടി ഡാമിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരുന്നിട്ട് പോലും കുടിവെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടി അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തത്. അതുമാത്രമല്ല, അന്ന് ആ പൈപ്പ് ലൈനിൽ നിന്ന് ചെമ്മന്തോട്ടിൽ നിന്ന് പൈപ്പ് ലൈൻ ഇടുകയും പേഴുംപാറയിൽ നിന്ന് പൈപ്പ് ലൈൻ ഇടുകയും പിന്നെ ചാറ്റുകോട്ടിൽ നിന്ന് പുതിയ ലൈൻ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, നെന്മാറ പഞ്ചായത്ത് മെമ്പറായിട്ട് ചെയ്ത വികസനങ്ങൾ വേറെ, മെമ്പറല്ലാതെ ചെയ്ത വികസനങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 500 ആൾക്ക് TV, മൊബൈൽ കൊറോണ കാലത്ത് കൊടുത്തു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത 2018, 19, 20 കാലഘട്ടത്തിൽ കൊറോണ കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമാണ് 50 ലക്ഷത്തിൻ്റെ TV, മൊബൈൽ കൊടുത്തത്. ഈ TV, മൊബൈൽ കൊടുത്തത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി മാത്രമാണ്. ഓൺലൈൻ പഠനത്തിന് അന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 ആണെന്ന് തോന്നും. അത്രയും ആളുകൾക്ക് TV, മൊബൈൽ 40ഓളം പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ടായി. അതുമാത്രമല്ല, പിന്നെ ഒരു 4000 ആളുകൾക്ക് കുടിവെള്ളം, 4000 ആളുകൾക്ക് വീട് നൽകി. ഇത് ഗൃഹശ്രീ പദ്ധതി 2011, 12 കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി, KM മാണി ഉമ്മൻചാണ്ടിയും കൊണ്ടുവന്ന പദ്ധതിയെ അന്ന് ഗൃഹശ്രീ പദ്ധതി, KM മാണി UDFൻ്റെ ഒപ്പമായിരുന്നു, ഗൃഹശ്രീ പദ്ധതി കൊണ്ടുവന്നു. ആ ഗൃഹശ്രീ പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ ഫണ്ട് തരുകയും 2 ലക്ഷം ഗുണഭോക്തൃ വീതം അടയ്ക്കുമ്പോൾ 4 ലക്ഷമായി മടക്കി കിട്ടുന്ന പദ്ധതി ഇപ്പോൾ 2 ലക്ഷം അടയ്ക്കുമ്പോൾ 5.5 ലക്ഷമായിട്ട് മടക്കി കിട്ടുന്നുണ്ട്. അത് 2018, 16 കേസിന് പോയി, 19 വിധി വന്നു. വിധി വന്നിട്ട് 18 കേസിന് പോയി, 19 വിധി വന്നു. എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും വീട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ അപേക്ഷിച്ച 14 ജില്ലകളിലെ ആളുകൾക്കും വീട് നൽകണമെന്ന് അത് ഹൈക്കോടതി പോയിട്ട് ജേക്കബ് സെബാസ്റ്റ്യൻ വക്കീൽ മുഖാന്തരമാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ്. ഇപ്പോഴും 2 ലക്ഷം അടയ്ക്കുമ്പോൾ 5.5 ലക്ഷമായിട്ട് മടക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതി ഗൃഹശ്രീ പ്രൊജക്റ്റാണ്. അമ്പലം പള്ളി ട്രസ്റ്റ്, നമ്മുടെ തിരുത്തമ്മടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജനങ്ങളുടെ ഒപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, എല്ലാ പരിപാടികൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ കൈച്ചിഹ്നം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. കൈച്ചിഹ്നം തരികയാണ്. കൈച്ചിഹ്നത്തിൽ നിൽക്കും, അല്ലെങ്കിൽ TV ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നെന്മാറ നിയമമണ്ഡലത്തിൽ നിന്നും ശങ്കരനാരായണനെ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, എന്നെ ജയിപ്പിച്ചെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇപ്പോൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന സമയമാണ്. എല്ലാവരും വോട്ട് അക്ഷയയിൽ പോയി വോട്ട് ചേർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് പരിപാടി കണ്ട് വൻപിച്ച വിജയപ്രദമാക്കി തരുവാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എല്ലാവരും കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.